അരവിന്ദ് കേജ്രിവാളാണ് എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിലെ പ്രധാനപ്പെട്ട മുഖം. അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. 50 ദിവസത്തെ ജയിൽ വാസത്തിന് ശേഷം ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. പൊതു തെരഞ്ഞെടുപ്പ് അതിൻ്റെ 4ാം ഘട്ടത്തിലേക്ക്, നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഡൽഹി അടക്കം ഇപ്പം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിലാണ് കെജ്രിവാളിൻ്റെ ജാമ്യം വന്നിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും എന്നാണ് സാറ് കരുതുന്നത്? ഒപ്പം ഇത് കേന്ദ്ര സർക്കാരിന് ഏറ്റ കനത്ത തിരിച്ചടി തന്നെയാണ്, മുഖത്തേറ്റ അടി എന്നാണ് പലരും വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയാണോ? അതായത് ഇപ്പോൾ ഈ ജാമ്യം കിട്ടലൊന്നും അത്ര അൺപ്രസിഡൻറ്റഡ് അല്ലെങ്കിൽ അഭൂതപൂർവമായ സംഭവമൊന്നുമല്ലല്ലോ. പല കുറ്റങ്ങളിലും പെട്ട ആൾക്കാർക്ക് ജാമ്യം കിട്ടാറുണ്ട്. ഇദ്ദേഹത്തിനും ജാമ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഭയങ്കര ആവേശത്തിലാണ്. അതിന് വേറെ ആവേശം ഉണ്ടാകാനുള്ള കാരണങ്ങൾ അധികം ഇല്ലാത്തതുകൊണ്ടാണ് ഇതിൽ അധികം ആവേശം കണ്ടെത്തുന്നത്. കാരണം ഇപ്പോൾ അവിടെ ഈ പ്രചരണം നടത്താനോ ക്യാമ്പയിൻ നടത്താനൊക്കെ പോകാനായിട്ട് ആൾക്കാർ വേണമല്ലോ. ഇപ്പോൾ നമ്മുടെ തന്നെ നേതാവുണ്ട്, പിണറായി വിജയനുണ്ട്. അപ്പോൾ ഈ ക്യാമ്പയിന് ആരാണോ ഉള്ളതെന്നുള്ളതാണ് ഒരു പ്രശ്നം. പിണറായി വിജയൻ ഇവിടെ നിന്നും പോയി ഒരു സ്റ്റാർ ക്യാമ്പയിനർ ആകാമായിരുന്നു. കാരണം ഏക മുഖ്യമന്ത്രിയാണല്ലോ CPM-ൻ്റെ. അപ്പോൾ CPM-ൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രധാന ക്യാമ്പയിനർ അദ്ദേഹത്തിനാകാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പോക്ക് കണ്ടിട്ട് ആർക്കും അത്ര സുഖം തോന്നിക്കാണില്ല. കാരണം എനിക്ക് ശേഷം പ്രളയം എന്നുള്ള മട്ടാണ് ഇവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞ ആൾ സ്ഥലം വിട്ടു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്താ ചെയ്യാന്നുള്ളതാണ് വേറൊരു പ്രശ്നം. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് എവിടെ പോയിട്ട് പിണറായി വിജയൻ ഈ പ്രചരണത്തിന് പോയി കഴിഞ്ഞാലും എന്താ സംഭവിക്കുക? അവിടെ കൂടിയിരിക്കുന്ന ബാക്കി ആൾക്കാരുടെ കയ്യിൽ, യെച്ചൂരിയുടെ കയ്യിലായി കഴിഞ്ഞാലും സ്റ്റാലിൻ്റെ കയ്യിലൊക്കെ ആയി കഴിഞ്ഞാലും രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ആയിരിക്കും. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ പിണറായി വിജയന് ഈ ഫോട്ടോ പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ ഉണ്ടായാലും ഇപ്പോൾ പുള്ളി ആകെ ബുദ്ധിമുട്ടിലായേനെ. അപ്പോൾ സ്ഥലം കാലിയാക്കി. പിന്നെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടൊരാൾ ഇവർക്ക് വേണ്ടിയിട്ട് ക്യാമ്പയിൻ ചെയ്യാനായിട്ടുള്ള ആൾ കെജ്രിവാളാണ്. അപ്പോൾ കെജ്രിവാളിന് ഇപ്പോൾ ജാമ്യം കിട്ടി, അത് ആഘോഷിക്കുകയാണ്. അല്ലാതെ ഇത് അത്ര വലിയൊരു സംഭവമായിട്ട് കണക്കാക്കേണ്ട ആവശ്യമൊന്നുണ്ടെന്ന് തോന്നുന്നുള്ളൂ. ജയിലിൽ കിടക്കുന്നവർ പുറത്തു വരാറുണ്ട്, ജാമ്യം കിട്ടാറുണ്ട്. അപ്പോൾ അതിന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ദിബങ്കർ ദത്തയും ഉൾപ്പെടുന്ന ബെഞ്ചാണ് ഇപ്പോൾ ഈ ജാമ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ജൂൺ 1-ാം തീയതി വരെ ഉപാധികളോടെയാണ് ജാമ്യം കൊടുത്തേക്കുന്നത്. 421 days. 2-ാം തീയതി അദ്ദേഹം തിരിച്ച് കയറണം. അപ്പോൾ ഇതിൽ ഈ തീരുമാനം കൊണ്ട് അദ്ദേഹം കുറ്റവാളിയാണെന്നോ കുറ്റവാളിയല്ലെന്നോ പറയാൻ പറ്റില്ല. ഏതായാലും ഇലക്ഷൻ്റെ ക്യാമ്പയിൻ നടക്കാല്ലേ, വേണമെങ്കിൽ പോയി നടത്തിക്കോ. അതും കൊടുത്തിരിക്കുന്നത് കണ്ടീഷണലായിട്ടാണ്, ഉപാധികളോടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ വലിയൊരു വിജയം ഒന്നും പറയാനില്ല. പക്ഷേ ആൾ ഫ്രീ ആയതുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പ്രധാനമായിട്ടും മനസ്സിലാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ടൊരു നേതാവിനെ, ഈവൻ രാഹുൽ ഗാന്ധി ഒപ്പം തന്നെ നിൽക്കാൻ അത്രമാത്രം ഒരു പ്രഭാവമുള്ളൊരു നേതാവിനെ തെരഞ്ഞെടുപ്പ് ഗോധയിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ BJPക്ക് അടക്കം ഉള്ളൊരു സ്വാധീനം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. കാരണം മറ്റൊരു സ്ഥലത്ത് കെജ്രിവാൾ ഇല്ല. അപ്പം അതിനു വേണ്ടിയിട്ടാണ് കെജ്രിവാളിനെ ഈ ഒരു ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തതെന്നുള്ള രീതിയിലുള്ള വർത്തമാനങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. 25-ാം തീയതിയാണ് അവിടെ ഇതൊക്കെ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ജാമ്യം സുപ്രീം കോടതിയുടെ. അപ്പോൾ അതൊരു വിജയമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അല്ല, കോടതി കൺസിഡർ ചെയ്ത പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ റോള്. അതായത് ഈ മദ്യ നയത്തിൻ്റെ പേരിൽ നടന്നിരിക്കുന്ന അഴിമതിയിൽ ഇദ്ദേഹത്തിൻ്റെ റോൾ അങ്ങനെ തെളിയിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ നോ പ്രൂഫ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞതും കോടതിയിൽ പറഞ്ഞതും EDയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്നാണ് കെജ്രിവാളിൻ്റെയും വാദം. അല്ല, കോടതി ഈ EDയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെങ്കിൽ പിന്നെ ഇനി അങ്ങോട്ട് ജയിലിലേക്ക് തിരിച്ചു പോകണ്ടല്ലോ. ജയിലിലേക്ക് തിരിച്ചു പോകണം ഇല്ലേ? ഇത് 421 days അല്ലേ ഇപ്പോൾ വിട്ടിരിക്കുന്നത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങോട്ട് തന്നെ തിരിച്ചു പോകണമെന്നാണ്. അല്ലാതെ എന്നേക്കും വിട്ടേക്കല്ലല്ലോ. അപ്പോൾ കോടതി നടത്തിയ നിരീക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല. പിന്നെ വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഹാസ് നോ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്, ഒരു കുറ്റവാളിയല്ല സാധാരണ ഗതിയിൽ.
പിന്നെ നോ ത്രെറ്റ് ടു ദി സൊസൈറ്റി. സമൂഹത്തിന് ഇദ്ദേഹത്തിൽ നിന്നും ഭീഷണിയില്ല, ഇദ്ദേഹം വേറെ ടെററിസ്റ്റോ അങ്ങനത്തെ ആളൊന്നുമല്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ ഇദ്ദേഹത്തിന് ക്യാമ്പയിൻ നടത്തുന്നതിന് തടസ്സമില്ല. പക്ഷേ ഈ ക്യാമ്പയിൻ നടത്താനായിട്ട് വിട്ടിരിക്കുന്നത് കണ്ടീഷണലായിട്ടാണ്. അതാണ് ഒരു പ്രശ്നം. അതായത് ഈ ഔദ്യോഗിക ഫയലുകളിലൊന്നും ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഒപ്പിടാൻ പാടില്ല. പിന്നെ ഈ മദ്യനയം, അതിൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ ഇത് സംഭവിച്ചത്. മദ്യനയത്തിൻ്റെ പേരിൽ പ്രസ്താവനകളൊന്നും നടത്താൻ പാടില്ല. അപ്പോൾ ഈ രീതിയിൽ അതിപ്പോൾ ദാറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ ദി കേസ് ഓഫ് എനി ക്രിമിനൽ. ജാമ്യം കിട്ടലൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. അതിൽ അത്ര സ്ട്രെയിഞ്ചായിട്ടോ പിക്യുലറായിട്ടോ ഒന്നുമില്ല. അപ്പോൾ കോടതി നിരീക്ഷിക്കുന്ന കാര്യം ഇതാണ്, ഇദ്ദേഹത്തിനെതിരെ തെളിവില്ല, പിന്നെ ഹി ഹാസ് നോ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഹി ഈസ് നോട്ട് എ ത്രെറ്റ് ടു ദി സൊസൈറ്റി. അപ്പോൾ ഈ ഇലക്ഷൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ ക്യാൻവാസിങ്ങോ ക്യാമ്പയിനിങ്ങോ ഒക്കെ നടത്തുന്നതിന് തടസ്സമില്ല. അപ്പോൾ 6ാം ഘട്ടത്തിൽ May 25 അവിടെ ഡൽഹിയിൽ ഇലക്ഷൻ നടക്കുകയാണ്. ആ സമയമാകുമ്പോഴേക്കും അവിടെയൊക്കെ പ്രചരണം നടത്തിക്കോട്ടെ, അതിൽ കുഴപ്പമില്ല എന്നുള്ളതാണ് കോടതി. എന്നും പറഞ്ഞ് ഇദ്ദേഹത്തെ ഫ്രീ ആക്കി എന്നർത്ഥമില്ല. ഇതിപ്പോൾ ഓൺലി ഫോർ ദി പർപ്പസ് ഓഫ് ദി ക്യാമ്പയിൻ. അപ്പം അതിൽ വലിയ ഒരു വിജയമായിട്ട് ആഘോഷിക്കാൻ മാത്രം ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. അത് ആം ആദ്മി പാർട്ടിക്ക് മാത്രം അതൊരു വിജയമാണ്. ആം ആദ്മി പാർട്ടിക്കും വിജയമായി. പിന്നെ ക്യാമ്പയിൻ ചെയ്യാനായിട്ട് അധികം ആൾക്കാരില്ലല്ലോ. അതെ അതെ അതെ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോകേണ്ട ആള്, നമ്പർ 1 ആയിട്ട് പോകേണ്ട ആള് പിണറായി വിജയനാണ്. പിണറായി വിജയൻ എവിടെയാണെന്ന് അറിയാമോ? എനിക്കറിഞ്ഞൂടാ കേട്ടോ. അതുകൊണ്ട് ഇതിലിപ്പം കേജ്രിവാൾ കഴിഞ്ഞ ദിവസം ഒരു റാലിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകാധിപത്യത്തിനെതിരെയാണ് എൻ്റെ പോരാട്ടം. ഇതിൽ 140 കോടി ജനങ്ങളും അണിനിരക്കണം. ഇങ്ങനെ ഒരു ഈ രാജ്യം ഏകാധിപത്യത്തിലേക്ക് പോകുന്നു എന്ന് തോന്നാൻ കേജ്രിവാളിന് എന്തായിരിക്കും കാരണം? ഇലക്ഷൻ്റെ പ്രൊപ്പഗാൻഡയും ക്യാമ്പയിനിങ് ഒക്കെ നടക്കുമ്പോൾ ഇങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. എന്താ ഈ ഏകാധിപത്യത്തിലേക്കാണ് പോകണമെന്ന് പറയാൻ കാരണം എന്താ? കഴിഞ്ഞ 2 പ്രാവശ്യം ജയിച്ചു മോഡി നല്ല ശക്തിയോടുകൂടി തന്നെ ഭരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് അഭ്യാസങ്ങളൊന്നും നടക്കില്ലെന്ന് കെജ്രിവാളിനും അറിയാം, മറ്റു പലർക്കും അറിയാം. അപ്പോൾ ഏകാധിപത്യത്തിലേക്ക് പോകണമെന്ന് അവർ കണക്കാക്കുന്നു. അതിനിപ്പോൾ നമ്മുടെ കയ്യിൽ തെളിവൊന്നുമല്ലല്ലോ. പിന്നെ ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അത്രേ അതിൽ കാര്യമുള്ളൂ. അപ്പോൾ ഇത് എന്താണ്, അദ്ദേഹം മാത്രമല്ലല്ലോ, നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷത്തിലുള്ള ആൾക്കാരൊക്കെ ഇത് പറയുന്നുണ്ട്, ഏകാധിപത്യത്തിലേക്ക് പോകുന്നു. അദ്ദേഹം ഒരു ക്ഷേത്ര ദർശനം നടത്തിയതിന് ശേഷം മാത്രമേ പത്രസമ്മേളനം നടത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഹനുമാന്റെ ക്ഷേത്രത്തിലാണ് ഡൽഹിയിലെ അദ്ദേഹം ഇപ്പോൾ സന്ദർശിക്കുന്നെന്ന് നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം എന്തായിരിക്കും പറയാമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇത് കേജ്രിവാളിന് വലിയ രീതിയിലുള്ള ഇത്രയും ദിവസം 50 ദിവസം ജയിലിനുള്ളിൽ കഴിഞ്ഞ ഒരാൾക്ക് പെട്ടെന്നൊരു ദിവസം, അതും ഡൽഹി പോലുള്ള സുപ്രധാനമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ്, ആപ്പിന് പ്രധാനപ്പെട്ടൊരു തെരഞ്ഞെടുപ്പ് നിലനിൽക്കെ അതിൻ്റെ 10ാമത്തെ ദിവസം തന്നെ അദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റുന്നു എന്ന് പറയുന്നത് അവർക്കൊരു ആശ്വാസമാണ്. അവർക്ക് ആശ്വാസമാണ്. പക്ഷേ ഇത്ര വലിയ എന്തോ വിജയം നേടി എന്നുള്ള രീതിയിൽ പറയുന്നതിൽ മാത്രമേ ഒരു സംശയമുള്ളൂ. കാരണം നമ്മളെ 1-2 ഘട്ടം തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനമൊക്കെ വലിയ രീതിയിലുള്ള കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ BJPക്ക് വിചാരിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ലയോ എന്നുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് കെജ്രിവാളും പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വോട്ടിങ്ങിൽ ഇപ്പോൾ പ്രധാനപ്പെട്ടൊരു ഡൽഹിയിലാണല്ലോ ഇപ്പം തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതൊക്കെ. അവിടെ എങ്ങനെ ഇതിന് മാറും? വോട്ടിംഗ് ജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കും? ഈ കേജ്രിവാൾ ആപ്പിലേക്ക് കൂടുതൽ വോട്ട് പോകുമോ? അല്ല, ഡൽഹിയിൽ എങ്ങനെയാലും കെജ്രിവാളിനൊരു സർട്ടൻ എമൗണ്ട് ഓഫ് പോപ്പുലാരിറ്റി ഉണ്ട്. അപ്പോൾ ആ പോപ്പുലാരിറ്റിയുടെ അഡ്വാൻറ്റേജ് എങ്ങനെയാലും അവർക്ക് കിട്ടും ഡൽഹിയിൽ. പക്ഷേ ഡൽഹി ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുമ്പോൾ അത്ര വലിയൊരു പ്രദേശമോ അത്ര അധികം സീറ്റുകളോ ഒന്നുള്ള സ്ഥലമല്ലല്ലോ. അവർക്ക് ഇലക്ഷനിൽ കുറച്ച് മെച്ചം കിട്ടും ഡൽഹിയിൽ. പക്ഷേ ഓൾ ഇന്ത്യ ലെവലിൽ ഇതിനൊക്കെ എന്ത് പ്രസക്തി ഉണ്ടെന്നുള്ളത് വേറൊരു കാര്യമാണ്. അപ്പോൾ സാർ ഇതൊരു പ്രധാനപ്പെട്ടൊരു വിജയമായിട്ട് പലരും വ്യാഖ്യാനിക്കുന്നത് പോലെ കാണുന്നില്ല. അതിപ്പോൾ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയം എന്ന് പറയുന്ന ആരാണ്? ഇന്ത്യൻ മുന്നണിയാണ്. അവർക്കതല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ അവരുടെ ഘടകകക്ഷികളായ കേരളത്തിൽ CPM പറയും, അവർക്കതല്ലേ പറയാൻ പറ്റുള്ളൂ. വേറെ എന്താ പറയുക? ഇത് വലിയ വിജയമല്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ എല്ലാവരും അവരവരുടെ പാർട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അങ്ങനെ പറയുന്നു. അത്രയും കണക്കാക്കി എപ്പോഴും എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും അങ്ങനെ തന്നെയാണ്. ഇലക്ഷൻ സമയമായി കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ പാർട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത്. ഇവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്
നേട്ടമാണ്. ഈ കെജ്രിവാളിനെ BJP ഏതെങ്കിലും ഇതിൽ ഭയക്കുന്നുണ്ടോ? കെജ്രിവാൾ ഇങ്ങനെ ഇപ്പോൾ പഞ്ചാബിൽ അവർക്ക് ഭരണം പിടിക്കാൻ പറ്റി, ഡൽഹിയിൽ ഭരണം പിടിക്കാൻ പറ്റി. പണ്ട് വലിയ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അതേസമയം BJP എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഒരു ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടി, ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്തെ ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ അവരുടെ പ്രധാനമന്ത്രി, ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തെ അതിജീവിച്ച് എവിടെയെങ്കിലും ഭരണം പിടിച്ചെടുക്കാൻ ഒരാൾക്ക് കഴിയുന്നെങ്കിൽ അതിനൊരു കഴിവ് പ്രത്യേകമായിട്ടുണ്ടാവുമല്ലോ. ആ കഴിവിനെ അല്പം സീരിയസ് ആയിട്ട് കാണുന്നു. ഭയപ്പെടുന്നു എന്ന് പറയാൻ സീരിയസ് ആയിട്ട് അതൊരു കഴിവാണ്, തങ്ങൾക്കെതിരെ വരാനുള്ളൊരു കഴിവാണത്. പക്ഷേ ഇത് ഈ പാർട്ടിക്ക് എന്തുമാത്രം വ്യാപകമായിട്ട് സ്വാധീനം ചെലുത്താൻ കഴിയും എന്നുള്ളതൊരു പ്രശ്നമാണ്. ഡൽഹിയിലുണ്ട്, പഞ്ചാബിലുണ്ട്, ശരി. പക്ഷേ ഇന്ത്യ എന്ന് പറയുമ്പോൾ കുറേ കൂടി വിസ്താരമുള്ളൊരു സ്ഥലമല്ലേ.